എന്ത് നല്ലതുണ്ടാക്കിയാലും അത് കഴിക്കാത്ത ടീംസ് നിങ്ങളെ വീട്ടിലുണ്ടോ? എൻ്റെ വീട്ടിലുണ്ട് ട്ടോ. വേറെ ആരുമല്ല, സാക്ഷാൽ മിസ്റ്റർ ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ പറ്റിയൊരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് മേക്ക് പിങ്ക് പ്രോട്ടീൻ കട്ട്ലറ്റ്. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. ഒരു ബൗളിലേക്ക് 5-6 മണിക്കൂർ സോക്ക് ചെയ്ത് വേവിച്ച് 1 കപ്പ് കടല നമുക്ക് ഉടച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ കടലമാവും ചേർക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം പനീർ. അത് 80 ഗ്രാംസ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആവുന്നത് വരെ നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യാനുസൃതം നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചതെങ്കിൽ വളരെ കുറച്ച് മതിയാവും. ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഇതിൽ പനീറും കടലയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് കേട്ടോ. പിന്നെ ബീട്രൂട്ടിലാണെങ്കിൽ അയൺസും ഫോളേറ്റ്സും ഉണ്ട്. ലോ കാലറി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതിയാവും. ഡീപ് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ പോവും. നിങ്ങൾക്ക് എയർ ഫ്രയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ. 2 സൈഡും മൊരിയിപ്പിച്ചെടുത്താൽ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഉപ്പേരിക്ക് പകരമായിട്ടോ ഒക്കെ ഇത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാ, നിങ്ങളുടെ ഹസ്ബൻഡ്സോ മക്കളോ ഈ വീഡിയോ കാണുന്നതിന് മുൻപേ ട്രൈ ചെയ്യല്ലേ? ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഹോം മെയ്ഡ് റെസിപ്പീസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.